ഫ്രീഡം കാണാൻ വന്നത്. പക്ഷെ അത് തുടങ്ങിയില്ല. അങ്ങനെ സൂത്രവാക്യം കണ്ട് സൂപ്പർ സൂപ്പർ സൂപ്പർ. കോമഡിയാണോ? കോമഡിയാണോ? കോമഡി അല്ല, സീരിയസ് പടം, ഭയങ്കര പടം, സൂപ്പർ. ഇഷ്ടപ്പെട്ടു. അങ്ങനെ സൂപ്പർ പടം. നമ്മൾ സിമ്പിൾ പടം പോലെ വിചാരിച്ചു, പക്ഷേ ഫസ്റ്റ് ഹാഫിന് ശേഷം സൂപ്പർ പടമായിട്ട് വന്നു. നല്ലൊരു കിടിലം പടം. നമ്മൾ വിചാരിക്കാത്ത ക്ലൈമാക്സ്. അല്ല, ഗ്യാസ് അന്വേഷണം തന്നെ. നല്ലൊരു സിമ്പിൾ പടം. വിജയിക്കും. ഇനി ആൾക്കാർ അറിഞ്ഞു. ഷൈൻ ടോം ചാക്കോ സൂപ്പർ അഭിനയം, സൂപ്പർ അഭിനയം. എങ്ങനെയുണ്ട് സിനിമ? സിനിമ ആദ്യത്തെ സ്പെല്ല് കാണുമ്പോൾ വിചാരിക്കും പടം മോശമാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ പടം വേറെ ലെവലാണ്. ആ തിരക്കഥ ഇതാണ്. ഷൈൻ ചാക്കോര നല്ല നല്ല രസമാണ്. സെക്കൻഡ് ഹാഫിൽ പടം വേറെ ലെവലിൽ. എങ്ങനെയുണ്ട് നടി? എങ്ങനെയുണ്ട് വിൻസി? നടി എങ്ങനെയുണ്ട് വിൻസി? ബിൻസി അടിപൊളി. അത് കഥയ്ക്കൊരു ചെറിയൊരു വ്യത്യാസം, അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഒരു പ്രത്യേകത. പോലീസ് സ്റ്റേഷനിൽ സ്കൂളിലെ വിദ്യാഭ്യാസം, അതുകൊണ്ട് ആ കഥയ്ക്ക് ഒരു ചെറിയൊരു പുതുമയുണ്ട്. അല്ല, ആ തിരക്കഥയും ഡയറക്ഷനും കൊള്ളാം, കുഴപ്പം. ആവറേജ് ആണ്. മ്യൂസിക് വൈസ് ഡിപ്പാർട്ട്മെന്റിൽ അടിപൊളിയാണ്. പക്ഷെ വൺ ടൈം വാച്ചബിൾ. കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ പറയാം. ത്രില്ലർ ടൈപ്പ് ആണ് ജനറൽ ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ പ്രെഡിക്റ്റബിൾ ആണ് കാര്യങ്ങളെല്ലാം. പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ഒക്കെ ആയിരുന്നു എന്ന് ഡയറക്ടിങ് വൈസ്. പിന്നെ കുറച്ച് ഷോർട്സ് ഒക്കെ നമുക്കൊരു കണ്ടിന്യൂഷൻ ഇല്ലാത്തൊരു ഫീലുണ്ട്. അതുകൂടെ ബെറ്റർ ആക്കി കൊള്ളാമെന്ന് ഫീൽ ചെയ്തു. എന്തായാലും കൊള്ളാം, വൺ ടൈം വാച്ചബിൾ ആണ്. എങ്ങനെയുണ്ട് ഷൈൻ ടോമും വിൻസിയൊക്കെ? ഷൈൻ ടോമിന് റോള് നല്ല സ്യൂട്ടാണ്. വിൻസി ഓക്കെയാണ്, പക്ഷെ ഷൈൻ ടോമിന് നല്ല രീതിയിൽ ഒരു പോലീസ് വേഷം സ്യൂട്ടാവുന്നുണ്ട്. അടിപൊളിയാണ്. കൊള്ളാം, നല്ല ത്രില്ലർ അല്ല, ഒരു ആവറേജ് പടമാണ്. കൊള്ളാം, നല്ല സിനിമ. എങ്ങനെയുണ്ട് ഷൈൻ ടോം? എങ്ങനെയുണ്ട് ഷൈൻ ടോം ചാക്കോയുടെ മീൻസ് റെഗുലർ ആയിട്ടുള്ള ഒരു ഇത് മാറ്റിയിട്ട് നീറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു അഭിനയമായിരുന്നു. കൊള്ളാം സിനിമ. കൊള്ളാം ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു സിനിമ? വാക്യം നല്ലൊരു സിനിമയാണ്. പിന്നെ ഷൈൻ ടോമിനെ നോക്കുമ്പോൾ പുള്ളി കുറച്ചും കൂടെ പണ്ടത്തെ പോലെ അല്ല, ഇപ്പം ആ പഴയ പോലെ അല്ല. പുള്ളി കുറച്ച് ബോധത്തോടെ അഭിനയിച്ചൊരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പടത്തിന് എടുത്തു പറയാനുള്ളത് എനിക്ക് ഇതിന്റെ പാട്ടുകളാണ്. പാട്ടും ബീജിയം കുറച്ചും കൂടെ മുമ്പോട്ട് നിന്ന്. പിന്നെ എന്താണ്, എഡിറ്റിംഗ് ഭാഗത്ത് ചെറിയ ഫ്ലോസ് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഓവറോൾ പടം ഒരു സ്ലോ പീസ് പോകുന്ന ഒരു ഡ്രാമ ത്രില്ലർ ചോദ്യപ്പെട്ട പടമാണ്. കുഴപ്പമില്ല. എടുത്തു പറയാനുള്ളത് ഷൈൻ ടോം ചാക്കോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എങ്ങനെയുണ്ട് ബ്രോ? പടം നല്ല പടമാണ്. ഷൈൻ ടോം ചാക്കോ പോലീസ് വേഷത്തിൽ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുതിയൊരു സ്റ്റോറി ആയിട്ട് എല്ലാവർക്കും വൺ ടൈം വാച്ചബിൾ ആയിരിക്കും. സംഭവം ത്രില്ലർ ആണോ അതോ കോമഡി ആണോ? എന്താണ് സബ്ജക്ട് വരുന്നത്? ഒരു ത്രില്ലർ ഉണ്ട്. ഷൈൻ ടോം എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. ഷൈൻ ടോം ചാക്കോ ഒരു തിരിച്ചുവരവാണ്. കാരണം എല്ലാ പടത്തിലും ഒരു ക്ലീശേ സെറ്റപ്പ് അടിച്ചിട്ട് പോണ ഷൈൻ ടോം ചാക്കോ അല്ല. കാരണം ഈ പടം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാരണം പോലീസ് വേഷമൊക്കെ നല്ല രീതിയിൽ ചെയ്തു. ആൻഡ് എല്ലാവരും എടുത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് തന്നെ പറയണം, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇത് പിടിച്ചു പോകാൻ കുറച്ച് ടൈം എടുക്കുകയും, പക്ഷേ പടം കൊളുത്തും, ഉറപ്പാണ്, തൂക്കിയടിക്കും. തിരിച്ചുവരവിൻ്റെ ഒരു സമയമല്ലേ ഇതൊരു. ഷൈൻ ടോം ചാക്കോയുടെ ഒരു തിരിച്ചുവരവാണ്. ഈ ഒരു നിമിഷത്തോടുകൂടി മറ്റേ സബ് ടൈറ്റിൽ വേണം എന്നുള്ള ഒരു ഇമേജ് അങ്ങ് മാറുവാണ്. ഷൈൻ ടോം ചാക്കോയുടെ വൻ തിരിച്ചുവരവ്. സിനിമ ഒരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. ഭയങ്കര രസമായിട്ട് നല്ലൊരു കോൺസെപ്റ്റിൽ പടം ചെയ്തിട്ടുണ്ട്. ചെറിയ ടെക്നിക്കൽ പാളിച്ചകൾ ഒഴിച്ചാൽ പടം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. മസ്റ്റായി കാണുക.